പ്രിയ സുഹൃത്തുക്കൾക്കും കുടുംബത്തിനും ബെസ്റ്റ് ചോയ്സിൻ്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ ഇൻ അഡ്വാൻസ്. വളരെ ഹാപ്പി ആയിട്ടുള്ളൊരു ടൈമാണ്. തീർച്ചയായിട്ടും ഈ ഒരു സമയത്ത് നമുക്ക് വളരെ മനോഹരമായിട്ടുള്ള ഒരു വീട് നമുക്കൊന്ന് കാണാം. ഈ വീട് ആക്ച്വലി കാണുമ്പോൾ നമുക്ക് തോന്നിയൊരു കാര്യം, നമ്മൾ നമ്മൾ നിന്ന് ഒരു വീട് പണി കഴിപ്പിക്കുമ്പോൾ എങ്ങനെയായിരിക്കും അതിൻ്റെ ക്വാളിറ്റി. ലൈക്ക് ഇപ്പം മതിൽ വരെ പൊട്ടിയിട്ടിട്ട് അത്രയും ഫിനിഷിങ്ങിലാണ് നിൽക്കുന്നത്. ഗേറ്റൊക്കെ നല്ല ക്വാളിറ്റി. ഈ മുറ്റം ഫുള്ള് നല്ല കല്ല് വിരിക്കും, ഇവിടെ അടിപൊളി കല്ല് വിരിക്കും. ഇതാ അറ്റത്തായിട്ട് നല്ലൊരു തെങ്ങ് വെച്ചിട്ടുണ്ട്, അതിന് ബോർഡറൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വീടിൻ്റെ രണ്ട് സൈഡിലും ഇങ്ങനെ ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. വീടിൻ്റെ ഒരു ഭംഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൂരേന്ന് കാണുമ്പോൾ ആ ടാർ റോഡിൽ നിന്ന് നോക്കുമ്പോൾ ഒരു ഓക്കെ ഫൈൻ, അടുത്തേക്ക് ചെല്ലും തോറും വീടിൻ്റെ ഭംഗി ഇങ്ങനെ കൂടി കൂടി വരിക. എന്താ പറയുക, ഒരു ചില ഫൈവ് സ്റ്റാർ ഹോട്ടലിൻ്റെയൊക്കെ മുന്നിൽ നിൽക്കുമ്പോൾ ഒരു ലുക്കില്ലേ, അത്രയും ക്ലാസ് റേഞ്ചിലാണ് വീടിൻ്റെ ഒരു എക്സ്റ്റീരിയറും അതുപോലെ തന്നെ ഇൻറ്റീരിയറും. ഒരേ സമയം മോഡേണുമാണ്, എന്നാൽ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഓരോ കാര്യങ്ങൾ അവിടെ ഭംഗിയായിട്ട് വരുന്നുണ്ട്. മനോഹരമായിട്ടുള്ള ഒരു സിറ്റ് ഔട്ട് ഏരിയ, അവിടെ ചാരുപടിയൊക്കെ സെറ്റായിട്ട് വന്നു ഇരിക്കാനായിട്ട്. മെയിൻ ഡോറൊക്കെ നല്ല തേക്ക് വുഡിൽ ഇങ്ങനെ നല്ല ഫിനിഷിംഗ് ആയിട്ട് നിൽക്കുകയാണ്. അകത്തേക്ക് കിടക്കുമ്പോൾ ലക്ഷറിയുടെ ഒരു വേറൊരു ഫീലാണ്. കണ്ടില്ലേ, ഗംഭീരമായിട്ടുള്ള വുഡൻ വർക്കൊക്കെയാണ് ചെയ്തിരിക്കുന്നത് മുകളിലും. അതുപോലെ തന്നെ ഗംഭീരമായിട്ടുള്ള ഒരു ഒരു വർക്കിൻ്റെ ഒരു പാറ്റേൺ ആണ് ചെയ്തിരിക്കുന്നത്. ശരിക്കും ലക്ഷറിയുടെ ഒരു പീക്ക് എന്നൊക്കെ പറയാം. അത്രയ്ക്കും ഗംഭീരമാണ്. നമുക്കൊരു പക്ഷേ വീഡിയോയിൽ കാണുമ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല, നേരിട്ട് കാണുമ്പോൾ വേറൊരു ഫീലിംഗ് ആണ്. നല്ല ഭാരതപ്പുഴ മണലും അതുപോലെ തന്നെ ചൂളക്കട്ട, നമ്മുടെ ഇഷ്ടികയില്ലേ, അതിലാണ് ഈ വീട് പണിതിരിക്കുന്നത്. ക്വാളിറ്റിയിൽ ഒരു തരത്തിലുള്ള കോംപ്രമൈസ് ചെയ്യാതെയാണ് ഈ വീടിൻ്റെ വർക്ക് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ A to Z എല്ലാ ഫോട്ടോസും ഈ വീട് പണിത ആളുടെ കയ്യിലുണ്ട്, നമുക്ക് കാണാം. പിന്നെ അതാ ബെഡ്റൂംസൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, താഴെ രണ്ടും മുകളിൽ രണ്ടായിട്ട് വലിയ ബെഡ്റൂംസാണ്. അതിൽ ഈ കാണുന്ന ബെഡ്റൂംസ് വളരെ സിമ്പിളായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് വാഷ്റൂമൊക്കെ ഉണ്ട് എല്ലാത്തിലും, വലിയ വാർഡ്രോബും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നാൽ അടുത്ത പിന്നെ ബെഡ്റൂമിലേക്ക് പോകുമ്പോൾ വേറെ റേഞ്ചാണ്. കുറച്ചും കൂടി ഒരു മാസ്റ്റർ ബെഡ്റൂമിൻ്റെ എല്ലാ ഫിനിഷിങ്ങിലും ക്വാളിറ്റിയിലാണ് നിൽക്കുന്നത്. ഇത് കണ്ടില്ലേ, ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. വലിയ ബെഡ്റൂംസ് ആട്ടാ ഈ കാണുന്നതൊക്കെ. ഹെവി ആയിട്ടുള്ള നല്ല ക്വാളിറ്റിയുള്ള വാർഡ്രോബ്സ്. പിന്നെ എസ്പെഷ്യലി ഈ വീട്ടിലെ ബാത്റൂംസ് എല്ലാതും ഗ്രാൻഡായിട്ട് ഡിഫറെൻ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാം ജാഗറിൻ്റെ ഫിറ്റിങ്സ് ഒക്കെ ആയിട്ട് കൊടുത്തിട്ട് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ചുമ്മാ സീലിങ്ങിലുള്ള ഈ ജിപ്സം ബോർഡിൻ്റെ വർക്ക് അങ്ങനെ ചുമ്മാ ഒരു ഇതിൽ ചെയ്തെടുത്തിരിക്കുന്നല്ല, നല്ല ക്വാളിറ്റിയിൽ നല്ല അടിപൊളിയായിട്ടാണ് പുട്ടി വർക്കൊക്കെ ചെയ്ത് ഗംഭീര ഫിനിഷിങ്ങിലാണ് നിൽക്കുന്നത്. ദെൻ കിച്ചൺ നോക്കുകയാണെങ്കിൽ ഒരു ക്ലാസിക് കിച്ചൺ, വലിയ കിച്ചണാണ് കേട്ടോ. ഒരു വുഡൻ ഫിനിഷിങ്ങിലുള്ള ഫ്ലോറിങ്, പിന്നെ അതുപോലെ തന്നെ വളരെ ഒരു ഇടുങ്ങിച്ച് തോന്നില്ല, നല്ല സ്പേസിലാണ് കിച്ചൺ നിൽക്കുന്നത്. അവിടുത്തെ ലൈറ്റിങ്സും സ്റ്റോർ ഏരിയ ആണ്, അങ്ങനെ എല്ലാതും ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ദെൻ നമുക്ക് വർക്ക് ഏരിയ സ്പേസ് നോക്കി നോക്കാം. അവിടെയും നല്ല രീതിയിലാണ്, നല്ല കാറ്റും വെളിച്ചമൊക്കെ എല്ലാ ഭാഗത്തും കിട്ടുന്ന തരത്തിലാണ് വർക്ക് ഏരിയ സ്പേസ് നിൽക്കുന്നത്. ഇവിടെ ഈ ഒരു ഗ്രില്ലിൻ്റെ ഒരു ഭാഗം ഉണ്ടല്ലോ, നമ്മൾ പുറത്തേക്കുള്ള ഈ ഡോറിൻ്റെ, അത് അത്രയും കനം, ഒരു രക്ഷയില്ല കേട്ടാ. അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്കത് അവിടെയൊക്കെ കുറച്ചും കൂടി വർക്ക് വരുന്നുണ്ട്. അവിടെ ഒരു ഡ്രസ് വർക്കൊക്കെ വരുന്നുണ്ട് കേട്ടോ ഈ ഒരു ഭാഗത്ത്. പിന്നെ തൊട്ടടുത്തായിട്ട് ഫുള്ള് ഒരു ചെറിയൊരു പൂന്തോട്ടം എന്ന് പറയാൻ പറ്റില്ല, കുറേ തെങ്ങും മാവും പ്ലാവ് തുടങ്ങിയിട്ടുള്ള കുറേ ഐറ്റംസ് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. കുറച്ച് നാളുകൾ കൊണ്ട് അവിടെയും ഗംഭീരമാവും. ഇനി നമുക്ക് മുകൾ ഭാഗം നോക്കുകയാണെങ്കിൽ മനോഹരമായിട്ടുള്ള ഒരു സ്റ്റെയർ ഏരിയ ആണ്. അവിടെ ആകെ ഒരു ചെറിയൊരു കുറവ് എനിക്ക് തോന്നിയത് ഈ ഒരു പെയിൻറ്റിങ് വർക്കാണ്. അതൊന്ന് കുറച്ചും കൂടിയും സിമ്പിളാക്കായിരുന്നു. അങ്ങനെ ആക്കിയായിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായിരിക്കും തോന്നി. മുകൾ ഭാഗത്തേക്ക് വരുമ്പോൾ അടിപൊളിയാണ്. നല്ല 2 ബെഡ്റൂംസ് ഉണ്ട്. അതിൽ ഒരെണ്ണത്തിനൊരു ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു ബാൽക്കണി സ്പേസ് വരുന്നുണ്ട്. ഗംഭീരമായിട്ടുള്ള ഡ്രസ് വർക്കാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഓപ്പൺ ടെറസ് ഏരിയ വേറെ ലെവലാക്കിയിട്ടുണ്ട്.
നല്ലൊരു ബാൽക്കണി ഏരിയ വരുന്നുണ്ട്. എല്ലാം കൊണ്ടും ഒരു നല്ലൊരു പ്രോപ്പർട്ടി. ടോട്ടല് 10 സെൻറ്റ് സ്ഥലം. ഇവിടെ സ്ഥലത്തിന് വേറെ റേഞ്ചാണ്. കാരണം ചുറ്റുവട്ടത്തെ വീടുകളൊക്കെ 3000-4000 സ്ക്വയർ ഫീറ്റൊക്കെ വരുന്നത്. അത്രയും നല്ല സ്ഥലം തന്നെയാണ്. അതുപോലെ 2600 സ്ക്വയർ ഫീറ്റിലെ വീട്. ജസ്റ്റ് ഇതാ 1.5 വർഷമായിട്ടുള്ള വീട് പണി തുടങ്ങിയിട്ട് സ്റ്റെപ്പായിട്ട് വളരെ ഫിനിഷിങ്ങിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാതും നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് മാത്രം ഉപയോഗിച്ചുകൊണ്ട് ഗംഭീരമായിട്ടുള്ള വർക്ക് ചെയ്തിരിക്കുന്ന ഒരു വീട് വരുന്നത് തൃശ്ശൂരിൽ മുളങ്ങുംതാവ് അത്താണി ഭാഗത്തൊക്കെയാണ്. അവിടെ ഡോക്ടേഴ്സിനൊക്കെ സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണ്. ഈ വീട് ശരിക്കും ചോദിക്കുന്നൊരു വില 1,40,00,000 തീർച്ചയായിട്ടും വന്ന് കണ്ടു കഴിഞ്ഞാൽ ബിസിനസ്സിലേക്ക് എത്തുമ്പോൾ തീർച്ചയായിട്ടും വിലയിൽ വ്യത്യാസമൊക്കെ ഉണ്ടാവും, ഷുവറാണ്. അപ്പോൾ നല്ലൊരു ക്വാളിറ്റിയിൽ ഈ ഒരു ഭാഗത്ത് നല്ലൊരു പ്രോപ്പർട്ടി ആഗ്രഹിക്കുന്നവർ, പ്രത്യേകിച്ച് ഈ പറഞ്ഞ പോലെ ഇവിടുന്ന് മുണ്ടൂർക്കും വടക്കാഞ്ചേരി അതുപോലെ കുന്നംകുളം ഗുരുവായൂർ കോഴിക്കോട് ഡയറക്ഷനിലേക്കൊക്കെ ഈസിയാണ്. അങ്ങനെ നല്ലൊരു ഏരിയയിൽ ഒരു പ്രോപ്പർട്ടി നോക്കുന്നവർ തീർച്ചയായിട്ടും ഞങ്ങളെ വിളിക്കുകയോ വാട്സപ്പ് ചെയ്യുക. വൺസ് അഗൈൻ ഹാപ്പി ക്രിസ്മസ്. ടേക്ക് കെയർ. താങ്ക് യു.